മുതൽ പൊതുഖജനാവ് തുടച്ചുവാരി നക്കി പോക്കറ്റിലാക്കി കൊണ്ടുപോവുകയായിരുന്നു ശൈലജയും ടീമും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കണക്കുകൂട്ടല് അല്ലെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തില് ആണ് ശൈലജയെ എന്താക്കിയത്, ഡൽഹിക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അവിടെ ആകുമ്പോൾ ഇത്ര തലവേദന ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കരുതി ഡൽഹിക്ക് പറഞ്ഞു വിടാന്ന് വെച്ചിട്ടാണ് വടകരയിൽ മത്സരിപ്പിച്ചത്. പൊട്ടി, 8 നിലയിൽ പൊട്ടി. അപ്പൊ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചു വലിച്ചു വാരി പറഞ്ഞ് മൂപ്പ് കയറ്റി മറ്റേ സണ്ണി ജോസഫിനെ തോപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് മാലീസ് ചെയ്തിട്ട് കൊണ്ടുപോയി പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി. കാരണം എന്താ, ഈ കൊള്ളകളൊക്കെ പിണറായി വിജയന് മനസ്സിലായി. ഈ കൊള്ളകളൊക്കെ പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ വന്നപ്പോ കണക്ക് നോക്കുമ്പോ കോവിഡ് കാലത്ത് വിജയന്റെ പോക്കറ്റിലേക്ക് വന്നതിനേക്കാളും കൂടുതൽ ശൈലജയുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോ ആ ഷെയർ വെച്ച് നോക്കുമ്പോ കൂടുതൽ കിട്ടിയത് ശൈലജക്ക. അങ്ങനെ നോക്കുമ്പോ ശൈലജ ഇനി ഈ പരിപാടിക്ക് വരാൻ പാടില്ല. ശൈലജയെ അടിച്ച് മൂലക്കിരുത്തി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മട്ടന്നൂരിൽ നിന്ന് സിറ്റിംഗ് സീറ്റിൽ നിന്ന് വിജയിച്ചു കയറിയ സിറ്റിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. മട്ടന്നൂരിൽ ഇപ്പൊ ഈ വലിയ തരംഗമുണ്ടായപ്പോഴും മട്ടന്നൂരിലെ ഈ പറയുന്ന CPM സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് മാറ്റി പേരാവൂരിൽ മത്സരിപ്പിച്ചത് ഈ ഷെയർ കൂടുതൽ, അതായത് കോവിഡ് കാലത്ത് അടിച്ചു മാറ്റിയത് വെച്ച് നോക്കുമ്പോ പിണറായി വിജയന് വല്ലാണ്ടൊന്നും എടുത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മൂപ്പർക്ക് എല്ലാം കൊണ്ടുപോയത് ശൈലജയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശൈലജ ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. എന്താണെങ്കിലും ശൈലജയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇത് പറയേണ്ടി വരും. ജനം വിഡ്ഢികളല്ലല്ലോ. ജനങ്ങളെ എക്കാലത്തും കഴുതകളാക്കാമെന്ന് കരുതുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മഹാമാരിയുടെ പേരില്, ഒരു കൊറോണയുടെ പേരില് ജനങ്ങളെ വീട്ടിലിരുത്തിയിട്ട് എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം മറ്റെന്താണുള്ളത്? അപ്പൊ ഈ ശൈലജ നമ്മൾ ഇവര് ഈ സ്തുതിപാഠകരൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ ഈ PR വർക്കിന്റെ ഭാഗമായിരുന്നു. പൊതുഖജനാവിൽ നിന്ന് പണം എടുക്കുക, പോക്കറ്റിലാക്കുക, അതിൽ നിന്നൊരു ഭാഗം ചെലവഴിച്ച് PR വർക്ക് നടത്തുക. ആ PR വർക്കിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത്.